ഹായ് സുഹൃത്തുക്കളെ, ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കുറച്ച് കൊച്ചു പക്ഷികളെ, കുരുവികളെ ഞാൻ തെർമോക്കോളിൽ ചെയ്തതാണ്. തെർമോക്കോളിൽ വെട്ടിയെടുത്ത് അത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു തടിയാണ്, പാഴ്ത്തടി. ഒരു പാഴ്ത്തടിയിലാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇപ്പോൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. അപ്പം നമ്മളിവിടെ ഒരു കുരുവിയെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി അത് ഒരു തെർമോക്കോളിൻ്റെ പീസാണ്. ഇത് വെച്ചൊരു കുരുവി ഒന്നല്ല, ഒരു 6-7 നമ്മൾ ചെയ്ത് സെറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ അത് ചെയ്യുന്ന ആ കുരുവിയെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഔട്ടിങ്ങനെ വരയ്ക്കുക. ചോക്കിന് വ്യക്തമാകത്തില്ലെങ്കിലും അതൊന്ന് വരയ്ക്കുക. ഇത് വരച്ച് ഒരു ഏകദേശം ഒന്ന് ഇട്ട് ഇനി ഇത് വെട്ടിയെടുക്കണം. നടന്നു പോകാൻ ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് തന്നെ ഇതൊക്കെ വെട്ടുന്നതിൽ കുറച്ച് കട്ടിയാണ്. അപ്പോൾ ആ ഷേപ്പിൽ ഒന്ന് ഏകദേശം ആ ഷേപ്പിലൊന്ന് വെട്ടിയിട്ടുണ്ട്. ഒന്ന് വെട്ടി വെച്ചേക്കുക. ഇനി അതൊന്ന് ഉരുട്ടിയെടുക്കണം. വെട്ടി ഇങ്ങനെ എടുക്കണം. സമയം കുറേ ഇടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ നമ്മളിങ്ങനെ ചെത്തി കൊണ്ടുവരണം. പെട്ടെന്ന് നമുക്ക് ആ രൂപം ആക്കാൻ പറ്റില്ല. നമുക്ക് പതുക്കെ സാവകാശമൊക്കെ ചെയ്ത് കൊണ്ടുവരേണ്ട ക്ഷമയാണ് വലുത്.
നമ്മളെ തലഭാഗമാണിത്. അപ്പം അതിൻ്റെ ചുണ്ടൊക്കെ നമ്മൾ ഒന്ന് വെട്ടിയെടുക്കണം. അതിനകത്ത് തന്നെ ഇപ്പോൾ ഏകദേശം അതേപോലെ നമ്മുടെ ആ കുരുവിയുടെ അതേ ഒരു ഷേപ്പിലൊക്കെ അതിൻ്റെ ആ ചുണ്ടും ആ വാലും ശരീരവും അതിൻ്റെ ഇതെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ കാലൊക്കെയാണ് പിടിപ്പിക്കേണ്ടത്. കാല് പിടിപ്പിച്ച് കളറൊക്കെ ചെയ്യണം. അപ്പോൾ എങ്കിലേ അത് പൂർണ്ണമായിട്ടും നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമ്മളിനി അതിൻ്റെ ഇത് നോക്കാം. അതിൻ്റെ വർക്കുകൾ ഇനി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ ഇതിന് പിന്നെ പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. ഈ പക്ഷിക്ക് നമ്മൾ പെയിൻറ് കൊടുക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അതിൻ്റെ ഈ തലയുടെ മോൾഭാഗത്ത് കളർ കൊടുക്കുക. അത് ഒരു പ്രത്യേക ഒരു കളർ കുരുവിയുടെ തലഭാഗത്ത് കാണാം. ഈ കളറ് കുറച്ച് കൊടുത്താൽ മതി. ഈ ഒരു കളർ ശകലം. ഇനിയും അടുത്തത് കുറച്ച് ബ്ലാക്ക് എടുക്കാനാണ്. ബ്ലാക്ക് നീ കൊടുക്കുക. കുറച്ച് ബ്ലാക്ക് കൊടുക്കുക. തലയുടെ ഇത്രയും ഭാഗം ഒന്ന് ബ്ലാക്ക് കൊടുക്കാൻ. ഇനിയും ശകലം ബ്ലാക്കിൽ റെഡും കൂടെ ചേർത്ത് നമ്മൾ ഭാഗം കൊടുക്കുകയാണ്. അതും കുറച്ച് ഭാഗത്ത് കൊടുത്താൽ മതി.
ശകലം യെല്ലോയും വൈറ്റും ബ്ലാക്ക് കുറച്ച് മതി. അത് മിക്സ് ചെയ്ത് ഒരു കളർ കൊടുക്കുക. ഈ വാലിൻ്റെ ആ സൈഡിലൊന്നും അതിൻ്റെ പുറവശത്തും അതിൻ്റെ പള്ളഭാഗത്ത് ഇത്തിരി മഞ്ഞ നമ്മൾ യെല്ലോ കളർ നമ്മൾ അവിടെയും കൂടെ കൊടുക്കും. ഇത്തിരി യെല്ലോയും കൂടെ ആ പള്ളയുടെ ഭാഗത്ത് കൊടുക്കുക. ഇവിടെ ശകലം വൈറ്റും കൂടെ ചേർത്ത് ഇവിടെ ഒന്ന് കൊടുക്കുക. ചിറകിൻ്റെ സൈഡിൽ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വരയ്ക്കുകയാണ്. അപ്പുറത്തെ വശവും കൂടെ കണ്ണ് നമ്മളിവിടെ ഒന്ന് വരയ്ക്കുകയാണ്. കണ്ണിൻ്റെ ചെറിയ രീതിയിൽ നമ്മൾ കൊടുത്താൽ മതി.
ഇത് നമ്മളിത് ഫിറ്റ് ചെയ്യുന്ന രീതി ഏതാണ്ട് ഇതുപോലെ ചെയ്യുന്നത്. ഇതുണ്ട്, ഇത് വലിയ കുഴപ്പമില്ലാതെ ഇരുന്നോളും. അത് ചെയ്യുന്നത് നമ്മളിത് കാല് വെക്കാൻ വേണ്ടി, ഇതിനകത്ത് ഉറപ്പിക്കാൻ വേണ്ടി കോമ്പസ് കൊണ്ട് നമ്മൾ ചെറിയ 2 ഹോൾ ഇടുന്നു. 2 ഹോൾ കോമ്പസ് കൊണ്ട് ഈ കാലൊന്ന് ഉറപ്പിച്ച് വെക്കുന്നതിന് വേണ്ടി. എന്നിട്ട് ഇതിന് ഈ കാലിൻ്റെ കമ്പി നമ്മൾ അതിൻ്റെ അറ്റന്നാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഒരു ശകലം. അപ്പോൾ അത് ഇതിൽ ഈ ഹോളിനകത്തോട്ട് ഇറക്കി വെക്കാൻ വേണ്ടി അപ്പോഴേ ഒരു ബലം കിട്ടത്തുള്ളൂ. ഒരു ബലത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ഇങ്ങനെ വെച്ചതിനെ ഒന്ന് ഉറപ്പിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഉറച്ച് കഴിഞ്ഞു. അപ്പം അത് ഉറച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം. ഇനിയിപ്പോൾ ഒരു 3-4 എണ്ണം കൂടി ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെക്കാനുണ്ട്. എല്ലാം നമ്മൾ ഇങ്ങനെ വെക്കാൻ പോവുക. അടുത്തത് ഒരു നൂൽക്കമ്പി, ഒരു കെട്ടുകമ്പി നമ്മൾ ഇത്രയും നീളത്തിൽ ഒരെണ്ണം എടുക്കുക. ഇത് കാലിന് നമ്മൾ ഇതിൻ്റെ ഈ കിളയുടെ കാലായിട്ട് നമ്മൾ വെക്കാൻ വേണ്ടി. അപ്പോൾ അത് എടുത്തിട്ട് ഒന്ന് വളയ്ക്കുക. വളച്ചിട്ട് കുറച്ചും കൂടെ നമ്മൾ വളച്ച് ഇത് കാലിൻ്റെ ആ ഒരു വിരലുകൾ പോലുള്ള ഭാഗമായിട്ട് നമ്മളതങ്ങ് മാറ്റുക. ഇത്രയും വളച്ചിങ്ങനെ ഇതിനെ ഇതിൻ്റെ ഈ പള്ളയുടെ ഈ ഭാഗം ആയിട്ട് നമ്മളതിനെ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് അങ്ങോട്ടങ്ങ് വെക്കുക. അപ്പോൾ അതൊരു കാലായിട്ട് മാറി. അപ്പോൾ ഒരു കാലേ ആയുള്ളൂ. ഇനി ഒരു കാലം കൂടെ നമ്മൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഒരു കമ്പിയും കൂടെ നമ്മൾ അതുപോലെ നൂത്ത് നമ്മളതൊന്ന് വളച്ച് ഒന്ന് വളയ്ക്കുക. കെട്ടുകമ്പി ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഒന്ന് വളയും. എന്നിട്ട് അതും കൂടെ നമ്മൾ
നമ്മൾ ആദ്യം കൊടുത്ത ആ കാലിൻ്റെ അതേ സ്ഥാനത്ത് ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി നമ്മൾ അങ്ങോട്ടൊന്ന് പ്രസ് ചെയ്ത്, തെർമോക്കോൾ ആയതുകൊണ്ട് കയറി പെട്ടെന്ന് പോകും. ഉണ്ടാവും ഇങ്ങനെ പോകും. അതായത് 2 കാലായിരിക്കുകയാണ്. ഇപ്പം 2 കാലിൽ ഇത് ഇങ്ങനെ നിൽക്കുകയാണ്. ഉണ്ടോ? ഇപ്പൊ കുരുവി ഏകദേശം കുരുവിയുടെ ഒരു രൂപമൊക്കെ ആയിട്ടുണ്ട്. അന്നേരം ഇതിനെല്ലാം ഇപ്പം നിരത്തി ഇപ്പം ഞാനിത് സെറ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ അതാ നിങ്ങൾ ഒന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണത്തിനെ വേറെ ഒരു രീതിയും കൂടെ ചെയ്തേക്കുക. ഒരു പറന്നിങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു ഇതിലാണ് ഇതിനെ ചെയ്തേക്കുന്നത്. കണ്ടോ? അപ്പോൾ ഈ തടി കഷ്ണത്തെ ഈ തടി കഷ്ണത്തിലൊന്ന് പെയിന്റ് ചെയ്യണം. ഇനി അടുത്ത അതാണ് ചെയ്യാൻ പോകുന്നത്. അതൊന്ന് പെയിന്റ് ചെയ്യുകയാണ്. ആ തടിയുടെ പുറത്ത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് പെയിന്റ് കൂടെ ചെയ്താലായിരിക്കും അത് ഭംഗി ആവുന്നത്. അത് ബ്ലാക്കും വൈറ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അവിടെ ഇവിടെ എല്ലാ ഭാഗവും ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, എല്ലാ സൈഡും. അപ്പോൾ ഇതൊക്കെ തടിയുടെ തന്നെ ഒറിജിനൽ ഭാഗം ആണ്. ഇതൊക്കെ ഈ തടിക്കകത്ത് തന്നെ ഉള്ളതാണ്. ഇതൊക്കെ നമ്മളതൊന്ന് പെയിന്റ് ചെയ്ത് കൊടുത്താണ്. അപ്പം അതിനെയെല്ലാം ഇങ്ങനെ നിരത്തി വെച്ച് ഞാനിപ്പം എൻ്റെ വീടിൻ്റെ മുമ്പിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതിനെ നൂൽക്കമ്പിയിലാണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഇത് തൂക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ആണി അടിച്ച് അതിനകത്തൂടെ നൂല് കൊരുത്ത് നൂൽക്കമ്പി കൊരുത്ത് മേലോട്ട് ഇട്ട് തൂക്കി ഇട്ടിരിക്കുകയാണ്. ഉണ്ടോ? ഇപ്പോൾ നല്ല ഭംഗിയില്ലേ ഇപ്പോൾ ഇത് കാണാൻ?